മീഡിയ വണ്ണിലെ ദാവൂദന്മാർ കേരളത്തിൽ മുസ്ലിം മതവിഭാഗത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ പരമാവധി പരിശ്രമിച്ചെങ്കിലും ആ മനുഷ്യർക്കിടയിൽ തെളിർമയുള്ള കാഴ്ചപ്പാടുണ്ട് എന്ന് അവരുടെ ചാനലിലെ തന്നെ പ്രതികരണത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം വർഗീയതയ്ക്ക് മുന്നിൽ അടിയറവ് പറയണോ, മതേതരത്വം ഉയർത്തിപ്പിടിക്കണോ എന്ന ചോദ്യത്തിന് സമ്മതിദാന അവകാശം വിനിയോഗിച്ചുകൊണ്ട് ജനം മറുപടി കൊടുക്കുന്ന സന്ദർഭത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ഇല്ലാത്ത കള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കി കേരളത്തെയും വർഗീയതയിൽ മുക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ച മീഡിയ വൺ ചാനൽ ന്യൂനപക്ഷ വിഭാഗത്തിലെ മനുഷ്യരോട് മൈക്ക് നീട്ടുന്ന സന്ദർഭത്തിൽ അവർ പറഞ്ഞ പ്രതികരണങ്ങളുണ്ട്, പ്രസക്തമാണ്. കേരളത്തിൽ അധികാര കൊതിമൂത്ത് വർഗീയത വളർന്നാലും വേണ്ടില്ല, അധികാര കസേരകൾ കിട്ടിയാൽ മതി എന്ന നിലപാടിനോട് കലഹിക്കുന്ന മനുഷ്യരുടെ ശബ്ദമാണ് അവിടെ കേട്ടത്. നിങ്ങളുടെ മനസ്സിനെ ആശ്രയിച്ചിരിക്കും കേരളത്തിലെ ഭരണം ആർക്ക് എന്നുള്ളത്. പറഞ്ഞോളൂ. നിങ്ങളെ തിരുത്തി കുറിക്കരുത്. ഇല്ല, ഞങ്ങൾ ഒരു തിരുത്തലും കൊടുക്കത്തില്ല. ധൈര്യമായിട്ടോ. ഞങ്ങളൊന്നും തിരുത്തി കുറിക്കത്തില്ല. പറഞ്ഞോ. മീഡിയാസ് ആണ് കേരളത്തിന്റെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഏറ്റവും വലിയ ശാപം. അതാണ് ജനങ്ങളെ തിരുത്തി കുറിക്കുന്നത്. എന്നാ നിങ്ങൾ തിരുത്തി കുറിക്കാതെ അഭിപ്രായം ജനത്തെ മണ്ടത്തരമാക്കുന്നത് അതാത് സമയത്ത് ഏറ്റവും വലിയ പ്യൂറോ വർക്ക് കിടക്കുന്നത് മീഡിയാസ് ആണ് ജനത്തിന് ഏറ്റവും കൂടുതലും ഇവിടുത്തെ. ചേട്ടൻ നമുക്കെതിരാണ്. നിങ്ങൾക്കെതിരാണ്. ചേട്ടൻ ആർക്കെതിരാണ്? യുഡിഎഫിനെതിരാണ്. അതങ്ങനെയാണ്. യുഡിഎഫ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കില്ല. ആര് വേണം? പിണറായി. പിണറായി ഫാൻസ് ആണ്. എന്തുകൊണ്ട്? വികസനം ഇനി ഒരു 10 വർഷം കൂടെ കൊടുക്കുവോ? 20 വർഷം കൊടുക്കും. രാഷ്ട്രീയ ചൂട് അങ്ങനെ ഉണ്ട്. രാഷ്ട്രീയം ചൂട് തന്നെയാണ്. ചർച്ച ചെയ്യാറുണ്ടെന്ന് തോന്നല്ലോ രാഷ്ട്രീയ. ആരായിരിക്കും ഭരണം വരണമെന്ന ആഗ്രഹം. പിണറായി വേണോ? പിണറായി തന്നെ വരണമെന്ന. സതീശൻ വേണ്ടേ? രാജീവ് വേണ്ടേ? വേണ്ട. രണ്ടുപേരും വേണ്ട. വികസനം ഇവിടെ കേരളം കുതിക്കുക. കേരളം എങ്ങോട്ട് കുതിക്കുന്നു? വികസിക്കുകയാണ്. കേരളം വികസിച്ച് കുതിക്കുകയാണ്. മറ്റാരുണ്ട് LDF അല്ലാതെ? മറ്റാരുമില്ല. കേരളത്തിന്റെ മനസ്സിൽ സുരക്ഷിതമാണ്. ആരുടെ കൈകളിൽ? ഇപ്പോഴത്തെ ഗവൺമെന്റ് കയ്യില്. ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ തൽക്കാലം ഇനി ഒരു 10 വർഷം കൂടെ കൊടുക്കുവോ? കൊടുക്കണം. ഇനി ഒരു 5 വർഷം കൂടി ഭരിക്കട്ടെ, നോക്കാലോ എങ്ങനെയാണ്. ഇനി ഒരു 5 വർഷം വേറെ 5 വർഷമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ തീരുമാനിക്കുന്നത്. ഒറ്റടിക്ക് പോയി ഇലക്ഷനിൽ 10 വർഷം കൊടുക്കൂലല്ലോ. 5 വർഷമല്ലേ ഉള്ളൂ. 5 വർഷം ഇനി ഭരിക്കട്ടെ. 5 വർഷം മാറി ഭരിച്ചല്ലേ. ഒരു മാറ്റം മാറി ഭരിക്കാൻ അപ്പൊ ഒരുപാട് വികസനങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. അതിനൊരു തുടർച്ച കിട്ടണം. അപ്പൊ ഇനി ഒരു ഗവൺമെന്റ് വന്ന വികസനമൊക്കെ നിന്ന് പോകുന്ന പേടിയുണ്ടോ? പേടിയല്ല, അത് ചില മാറ്റങ്ങൾ വരും, പല മാറ്റങ്ങളും വരും. അപ്പൊ അതിന് നല്ലത് ഒരു ഗുണം. മാറാത്തത് മാറുമോ? മാറാത്തത് നല്ല BJPന്റെതാണ്. അത് അവരോട് തന്നെ ചോദിക്കണം, എനിക്കറിയില്ല. അല്ല, മാറാത്ത അസുഖം മാറും അവര് വന്നാല്. ഇല്ലല്ലോ. മറ്റാരുണ്ട്? ഇല്ല, ഇപ്പൊ കേരളത്തിൽ ഏറ്റവും സുരക്ഷിതമാണ് കേരളം. സുരക്ഷിതമാണോ? ആരുടെ കൈകളിലാണ് സുരക്ഷിത? ഗവൺമെന്റ് കയ്യിൽ സുരക്ഷിതമാണ്. തുടർഭരണം വേണം. ഈ ഭരണത്തിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ, നല്ലതല്ല. പറയുന്നവരുണ്ട്. ഇനി വരുന്നത് ആരോ കോൺഗ്രസ്, അവർ തമ്മിലുള്ള അടി തീർത്തിട്ട് തന്നെ തീരുന്നില്ല. അപ്പൊ ഇതിങ്ങനെ പോയിക്കോട്ടെ, അതല്ലേ നല്ലത്. അപ്പം കമ്മ്യൂണിസ്റ്റിൽ അടിയില്ല. അടി പുറമേക്കില്ല, ഉള്ളിലുണ്ടാവായിരിക്കും. അതിപ്പോ ഏത് കുടുംബത്തിലില്ല അടി? ഏത് കുടുംബത്തിൽ അടിയില്ലാത്ത? എന്തായാലും പുറത്തേക്ക് വരുന്നില്ലല്ലോ. അങ്ങനെ തുടർഭരണമാണെങ്കിൽ ആരായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി? പിണറായി തന്നെ. വേറെ വരട്ടെ, മുപ്പരെന്നെ വരട്ടെ. ആരായിരിക്കും അപ്പം ഭരണത്തിൽ വരേണ്ടത്? ഭരണത്തിൽ വരേണ്ടത് എന്റെ അഭിപ്രായത്തിൽ പിണറായി വിജയൻ തന്നെ. വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് പിണറായി തന്നെ മതി. മതിയല്ലോ. അദ്ദേഹത്തെ വേണ്ടാന്ന് പറയാനുള്ള കാരണങ്ങളല്ലേ ഇല്ലാത്തത്. ആൾക്കാരങ്ങ് മടുത്തെന്ന് പറയുന്നല്ലോ 10 കൊല്ലം കൊണ്ട്. പറയുന്നവർക്ക് കാരണം പറയട്ടെ. അവർ മടുക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണം കാണണമല്ലോ, അത് എണ്ണി പറയട്ടെ. അല്ലെങ്കിൽ ഇതിന് 10 വർഷം മുമ്പ് നടന്ന ഭരണത്തെ കുറിച്ചിട്ടും ഇപ്പത്തെ ഒന്ന് ഒരു രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് അവർ പറയട്ടെ. അങ്ങനെ ഒരു 3 പോയിന്റ് അങ്ങ് പറഞ്ഞേ. ഞാൻ 3 കുട്ടികളുടെ അമ്മയാണ്. അവര് 3 പേരും ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. ആദ്യം ഇംഗ്ലീഷ് മീഡിയം. ഇപ്പൊ മൂത്ത ആള് +2 എത്തിയിട്ടുണ്ട്. അപ്പൊ അവളെ ഞാൻ പ്രൈവറ്റിലും പഠിപ്പിച്ചിട്ടുണ്ട്, ഗവൺമെന്റ് സ്കൂളിലും പഠിപ്പിച്ചിട്ടുണ്ട്. വ്യത്യാസം എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ 10 വർഷം കോയമ്പത്തൂർ താമസിച്ചതാണ്. അപ്പൊ അവിടുത്തെ പ്രൈവറ്റ് സ്കൂളിലാണ് മോള് പഠിച്ചത്. അവിടുത്തെ പ്രൈവറ്റ് സ്കൂളിന് ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയും എന്തുകൊണ്ടും ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂൾ തന്നെയാണ് നല്ലത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയാണ് മുന്നോട്ട് വെക്കുന്നത്. വിദ്യാഭ്യാസമാണോ ആരോഗ്യമാണോ? ഇതിനകത്ത് ഏതാ? ഒരെണ്ണം പറയണം. ഒന്നിനും വില കുറച്ച് കാണാൻ പറ്റൂലല്ലോ. നമുക്ക് കറണ്ട് ഉണ്ട്, വെള്ളമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, ഗതാഗതം ഉണ്ട്. ഒന്നിനും ഒരു മോശം പറയാനേ എന്റെ ഭാഗത്തില്ല. ഞാൻ ബേപ്പൂർ റിയാസിന്റെ മണ്ഡലത്തിലാണ്. റിയാസിന്റെ മണ്ഡലം ഒരു ഹൈ പ്രൊഫൈൽ മണ്ഡലം. അവിടുത്തെ ഒരു രാഷ്ട്രീയ ചിത്രം എങ്ങനെയാണ്? LDFന് അനുകൂലമാണ്. LDFന് അനുകൂലമാണ്. തുടർഭരണം ഉണ്ടാകുമെന്നാ പറയുന്നത്. ഉണ്ടാവേണ്ടതാണ്. ഇപ്പോഴത്തെ ചുറ്റുപാട് അങ്ങനെയാണല്ലോ, കുറെ വികസനങ്ങളൊക്കെ ഈ നാട്ടിലുണ്ടല്ലോ. കേട്ടല്ലോ. 5 വർഷം കൂടുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനത്തിന്റെ ചിന്താഗതിയെ തെറ്റിദ്ധാരണ കൊണ്ട് നിറയ്ക്കുന്നത് ഈ നാട്ടിലെ മാധ്യമങ്ങളാണെന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം കാട്ടിയ ഒരു പൗരനെ കണ്ടു. കൃത്യമാണ്. മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത്
താല്പര്യത്തോടുകൂടി നിയോഗിക്കപ്പെടുന്ന ചിലരുണ്ട്. അവരുടെ പ്രശ്നം മതേതരത്വമല്ല, മതമാണ്. ആ നിലയ്ക്കുള്ള വാർത്താ പ്ലാന്റിങ്ങിന് വേണ്ടിയും ആൾക്കാരുടെ ചിന്താധാരയിലേക്ക് ഇല്ലാത്തത് PR പണിയുടെ ഭാഗമായി കഥകൾ മെനഞ്ഞ് അവരുടെ മനസ്സിലെ മതേതരത്വം നഷ്ടപ്പെടുത്തി മതം കുത്തി നിറയ്ക്കുന്ന പ്രവർത്തനങ്ങൾ, അത് ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കൃത്യമായിട്ട് അവരുടെ ചാനലിലെ മൈക്കിന് മുന്നിൽ തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് ആ പ്രവർത്തനങ്ങളുടെ കരണക്കുറ്റിക്കൊന്നു കൊടുത്ത ആ വ്യക്തിയാണ് കേരളത്തിന്റെ പൊതു മനസാക്ഷി. കേരളത്തിന്റെ നിരവധി മനുഷ്യരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം എന്ന് കരുതിക്കൊണ്ട് സകലമാന മനുഷ്യരും ഈ കുപ്രചരണങ്ങളിൽ അവരുടെ ചിന്താഗതികൾ അടിയറവ് വെച്ചിട്ടില്ല. അവർക്ക് പ്രചരിപ്പിക്കുന്നതിനപ്പുറമുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മീഡിയ വൺ നടത്തിയ ആ പരിപാടിയുടെ ഭാഗമായി പ്രതികരിച്ചവർ എല്ലാം പറഞ്ഞ ആ മറുപടികളുടെ ക്ലാരിറ്റി ഉണ്ടല്ലോ, അതാണ് കേരളം കഴിഞ്ഞ കാലങ്ങളിലൂടെ ആർജിച്ചെടുത്ത പൊതുബോധം. ആ പൊതുബോധത്തിന്റെ കൃത്യമായിട്ടുള്ള നിലപാടാണ് ചില പ്രത്യേക താല്പര്യത്തോടു കൂടിയുള്ള ഉത്തരങ്ങൾ പ്രതീക്ഷിച്ചിരുന്നിടത്ത് പിണറായി വരട്ടെ എന്ന തരത്തിലുള്ള ശബ്ദങ്ങൾ ആവർത്തിച്ച് കേട്ടത് ഒരുപക്ഷെ ആ ചാനലിനകത്തെ ദാവൂദന്മാരെ പോലും ഞെട്ടിച്ചിട്ടുണ്ടാകും. ഒപ്പം UDF ഏറ്റവും പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുകയും UDF വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുത്ത മീഡിയ വൺകാരുടെ വർഗീയ പ്രചരണത്തെ മുഴുവൻ ആ മതവിഭാഗക്കാർ ഒന്നടങ്കം ഏറ്റെടുത്തിട്ടില്ല എന്നതിന്റെ തെളിവ് കൂടി തന്നെയാണ് ആർജവത്തോടെയുള്ള പ്രതികരണങ്ങളെന്ന് പറയേണ്ടി വരികയാണ്.